നമസ്കാരം. എന്തൊക്കെ മേളമായിരുന്നു. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു, പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി, അതങ്ങ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് മനോരമയും മാതൃഭൂമിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് UDF-നെ സഹായിക്കാൻ വേണ്ടി എന്ത് ജാതി വിഴുപ്പലക്കലായിരുന്നു. എന്ത് സംഭവിച്ചു? അവസാനം എന്താണ് സത്യസന്ധമായി നടന്നത് എന്നതിനെ പറ്റി ഇ.പി. ജയരാജൻ വിശദീകരിച്ചോടുകൂടി തന്നെ അത് 8 നിലയിൽ പൊട്ടി. അങ്ങനെ ഇത് മുഴുവൻ കുത്തിത്തിരിപ്പ് വാർത്തയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനെയൊക്കെ പൊളിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നുണേശ് ഈ വഴി കാണാറുള്ളതാണല്ലോ. എവിടെ പോയിന്ന് നോക്കുമ്പോഴാണ് ഇതാ പതിയെ മാളത്തിൽ നിന്ന് തലപൊക്കി പുറത്തിറങ്ങുകയാണ് വി.ഡി. സതീശൻ. എന്നിട്ട് സതീശൻ പൊട്ടിപ്പോയ 8 നിലയിൽ പൊട്ടിയ ഒരു വ്യാജ വാർത്ത വീണ്ടും വെള്ളപൂശി അങ്ങ് രംഗത്തേക്ക് ഇറക്കുകയാണ്. അല്ലെങ്കിലും പച്ച നുണ എത്ര വട്ടം പൊളിഞ്ഞാലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഒരു നാണോ മാനോ ഇല്ലാത്ത ആളാണ് വി.ഡി. സതീശൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ സതീശൻ പറയുകയാണ്, പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് ഇ.പി. ജയരാജൻ സമ്മതിച്ചല്ലോ. എന്താ അവർ സംസാരിച്ചത്? അവര് എന്ത് രാഷ്ട്രീയമാണ് സംസാരിച്ചത്? അതാണ് നമുക്ക് അറിയേണ്ടത് എന്നാണ് സതീശൻ പറയുന്നത്. എൻ്റെ പൊന്നു സതീശ, ഇ.പി. ജയരാജൻ എന്താണ് പറഞ്ഞത്? പ്രകാശ് ജാവ്ദേക്കർ എവിടെയോ പോകുന്ന വഴി ഇ.പി. ജയരാജനെ കാണാൻ വേണ്ടി ഇ.പി. ജയരാജന്റെ മകന്റെ വീട്ടിൽ വന്നു. രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയം ഒന്നും സംസാരിക്കേണ്ട എൻ്റെ അടുത്തുനിന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു. അതിന്റെ പിന്നാലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറും പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഇ.പി. പറയുകയാണ്. പ്രകാശ് ജാവ്ദേക്കർ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ കണ്ടു എന്നും പറയുകയാണ്. ഇ.പി. ജയരാജൻ ആരാണ്? അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള CPM-ന്റെ വലിയൊരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ കാണാൻ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാഷ്ട്രീയ എതിരാളികൾ വരുന്നത് സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ പല നേതാക്കൾ വരാറില്ലേ? പക്ഷെ ഇതൊന്നും വാർത്തയാകുന്നില്ല. പക്ഷേ മനോരമയും മാതൃഭൂമിയൊക്കെ അടിച്ച വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ BJP-യുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഇ.പി. ജയരാജനെ കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ പോയതുപോലെയാണ്. അല്ലെങ്കിൽ ഇ.പി. എങ്ങാണ്ടും പ്രകാശ് ജാവ്ദേക്കറെ കാത്തു നിന്നോളാണ് ഈ പറയുന്നത് പോലെ മനോരമയും മാതൃഭൂമിയൊക്കെ അടിച്ച വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുക മുഖ്യമന്ത്രിയും കർണമടിച്ചു പോക്കുന്ന രീതിയിലുള്ള അടി രാവിലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു ഇടത് തരംഗമാണെന്ന് മനസ്സിലാക്കിയ വലതുപക്ഷ മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന വെറും വൈകുന്നേരം മാത്രം ആയുസുള്ള വാർത്തയാണെന്ന് ആർക്കാണ് അറിയാത്തത്. അപ്പോൾ സതീശൻ ഇവിടെ നിന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, എന്താണ് അവർ നമ്മൾ സംസാരിച്ചത്? മുഖ്യമന്ത്രിയും ഈ പറയുന്ന പോലെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നല്ലേ എന്ന രീതിയിൽ ജനങ്ങളെ മാക്സിമം അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എത്രമാത്രം കുത്തിത്തിരിപ്പിനാണ് നമ്മുടെ വി.ഡി. സതീശൻ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ആ കുത്തിത്തിരിപ്പ് വർത്താനം ആദ്യം നമുക്ക് കാണാം. ജാവ്ദേക്കർ ജയരാജന്റെ വീട്ടിലേക്കാണോ പോയത്? മകന്റെ വീട്ടിലേക്കാണോ പോയത്? ജയരാജൻ ജാവ്ദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. എന്തിനാ പോയതെന്ന് ഇവര് പറയുന്നില്ലല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക. ജാവ്ദേക്കറുമായി ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ BJP-യുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രിയും LDF കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത്? കേട്ടില്ലേ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രതികരണമൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോഴും സതീശൻ ആ നുണയിൽ തന്നെ കിടന്ന് ആ നുണ തന്നെ പലവട്ടം ആവർത്തിക്കുകയാണ്. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? BJP-യെ രക്ഷിക്കാൻ വേണ്ടിയാണ്, കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, വലതുപക്ഷ കുത്തിത്തിരിപ്പിന് മാപ്രകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സതീശൻ കിടന്ന് അഴിഞ്ഞാടുന്നത്. അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നുണ്ട്, അല്ലെ സതീശ് ചേട്ടാ, ഈ കോൺഗ്രസിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ എന്ന്. അപ്പോൾ ദാ മലക്കം പറഞ്ഞു, അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതായത് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതൊക്കെ വളരെ തെറ്റാണ്. പിന്നെ കിടന്ന് അവിടെ കിടന്ന് മെഴുകുകയാണ്. അതിനിടയിൽ അറിയാതെ വായന ആടുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെടുമെന്ന്, പണി വാളുമെന്ന്. പിന്നെ അധികമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല. ആരെ പറ്റി പറയാമല്ലോ. CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങൾ ആരെയും 2-3 പേരും പേരും കൂടി പറയാം. വേണം എന്റെ പേരും കൂടി പറയാറുണ്ട്, കുറെ പേര്. അതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ. മറ്റത് സമ്മതിച്ചല്ലോ, ശരിയല്ലേ? മറ്റത് വെറുതെ പറയല്ലേ, ഒരു തെളിവുമില്ല, ഒരു സ്ഥലത്ത് പോയില്ല, സംസാരിച്ചിട്ടില്ല. ഇത് തെളിവ് സഹിതം വന്നാല് ഞങ്ങൾ ഇന്നലെ ആരെയും ഏറ്റുപിടിച്ചില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പേ നന്ദകുമാർ ഒന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല. എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശോഭാ സുരേന്ദ്രനും നന്ദകുമാർ ഒന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ. കാരണം എന്താ? അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവരാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ വന്ന് പ്രതികൾ, അവരെ ആരോപിക്കപ്പെട്ട പ്രതികൾ വന്നെന്ന് സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ വന്ന് ഇല്ലെങ്കിൽ നന്ദകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേയാളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ചിലപ്പോൾ
കാരണം അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും ചിലപ്പോ. സതീശനെ സംബന്ധിച്ച് എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി വിളിക്കുന്ന വിരുന്നിൽ പാത്തും പതുങ്ങിയും പോയി പങ്കെടുക്കുന്ന ഈ പ്രശ്നമല്ല. ഇവിടെ വളരെ പരസ്യമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ CPM നേതാക്കന്മാരെ കാണാൻ വരുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇങ്ങനെയൊക്കെ ഏതൊക്കെ നേതാക്കന്മാർ വന്ന് കണ്ടാലും CPM ഒരു നേതാവിനെ പോലും ഇളക്കി പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെയല്ലല്ലോ. വന്ന് കൂടിക്കാഴ്ച നടത്തി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ താമര വിളിച്ച അപ്പം പോവുകയാണ് പുറകെ. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ സതീശനൊക്കെയാണ് ഇവിടെ ഇരുന്നിട്ട് BJPയും അതുപോലെ തന്നെ CPMഉം തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന് പറയുന്നത്. ഞങ്ങളെ തകർക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണ് തകർക്കുന്നത്? നിങ്ങളെ തകർക്കാൻ മാത്രം എന്താണ് നിങ്ങളുള്ളത്? ഒന്നാമത് നിങ്ങൾ തകർന്നിരിക്കുകയാണ്, മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. സ്വയം നിങ്ങളെ തന്നെ തകർത്തിരിക്കുകയാണ്. നിങ്ങളുടെ പല നേതാക്കന്മാരും ഓരോ ദിവസവും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിങ്ങളെ എന്തിന് CPM തകർക്കണം? പുറത്തെന്താണ് നിങ്ങളുടെ അവസ്ഥ? പുറത്തെന്താണോ നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് വലിയ രീതിയിൽ വലിയ തോതിൽ ഇങ്ങനെ ഗീർവാണം അടിക്കുകയാണ്. നിങ്ങളെപ്പോലെ അപക്വമായ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന പക്വതയില്ലാത്ത എടുത്തുചാട്ടക്കാരായിട്ടുള്ള നേതാക്കളാണ് ഈ പാർട്ടിയെ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുക, BJP നേതാക്കളെ സുഖിപ്പിക്കുക, BJP പറയുന്നത് പോലെ തന്നെ മോദി സംസാരിക്കുന്നത് പോലെ തന്നെ അതേ സ്വരത്തിൽ CPMനെതിരെ കടന്നാക്രമണം നടത്തുക, ഇതൊക്കെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പൻ മനോഭാവത്തിനും നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പൻ ഈ ഇമാതിരി പ്രതികരണത്തിനും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ തക്കതായ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഇക്കുറി UDF നേരിടാൻ പോകുന്ന പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ ഈ സതീശൻ തന്നെയായിരിക്കും. സതീശൻ നടത്തിയിട്ടുള്ള അനവസരങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാകും. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് നിലപാടില്ല എന്ന് ഇവിടെ നിറച്ചും കേരളത്തിൽ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ സഹായകമായത് സതീശന്റെ പ്രതികരണം തന്നെയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് 2000 കോടിയോളം കോൺഗ്രസ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സഹായകമായതും ഈ സതീശൻ തന്നെയാണ്. അങ്ങനെ തുടങ്ങി സതീശൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഓരോ നിമിഷവും ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. PD സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവായി തന്നെ തുടരുകയാണെങ്കിൽ, KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ തന്നെ തുടരുകയാണെങ്കിൽ എഴുതി വെച്ചോ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ തന്നെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേവലം വെറും വാർത്തയ്ക്ക് വേണ്ടി ഈ സതീശനും സുധാകരനും ഒക്കെ ഇറക്കി വിടുന്ന ഗിമ്മിക്ക് ബോംബുകൾ അത് കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറുമെന്ന് മാത്രമല്ല കോൺഗ്രസിനെ തന്നെ അവസാനം ഇല്ലാതാക്കും എന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരമില്ലെങ്കിലും ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളുടെ മനസ്സ് ഈ പ്രതിപക്ഷത്തിനൊപ്പം നിർത്താൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല എന്നത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷം ഇത്രത്തോളം പ്രഹസനപക്ഷമായ വേറൊരു സംസ്ഥാനം എവിടെയും കാണില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.